ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതകാലത്ത് ചെയ്യുന്ന അമലുകളുടെയും നന്മകളുടെയും ഒക്കെ പ്രതിഫലം മരണാനന്തരവും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിജ്ഞാനം, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ്, അതേപോലെ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ സന്താനത്തെ അവൻ വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഖുർആൻ പഠിക്കുവാൻ ആവശ്യമായ നിലക്ക് ഒരു മുസ്ഹഫ് അല്ലെങ്കിൽ ഒരു ഖുർആനിന്റെ പരിഭാഷയോ എന്തോ ആകട്ടെ അത് ഇവിടെ ബാക്കിയാക്കി വെച്ച് വഖഫ് ചെയ്തു പോയ ആളുകൾ, അതേപോലെ തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടി തൗഹീദിൽ അധിഷ്ഠിതമായ പള്ളികൾ നിർമ്മിച്ചു കൊടുത്തത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതൊക്കെ ആളുകൾ ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ആ നിലക്കുള്ള വഴിയാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി വിശ്രമിക്കാനും മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന വിശ്രമസ്ഥലങ്ങളും വീടുകളും നിർമ്മിച്ചു കൊടുക്കുന്നവർ, ജലസേചന സൗകര്യങ്ങൾക്ക് ആവശ്യമായ വിധത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇനി അതൊക്കെ ഏതെല്ലാം വിധത്തിൽ നിർവഹിക്കുവാൻ സാധ്യമാകുമോ, ഏതൊക്കെ സദഖകളുണ്ടോ അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി, തന്റെ ജീവിതകാലത്ത് തന്റെ ആരോഗ്യമുള്ള സമയത്ത് തന്റേതായ സമ്പത്തിൽ നിന്ന് ഇതൊക്കെ ആരൊക്കെ ഏതൊക്കെ സദഖകൾ നിർവഹിച്ചുവോ യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണാനന്തരം അവൻ അതിന്റെ പ്രതിഫലങ്ങൾ അവനിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളം എത്രത്തോളം ഓരോരുത്തരുടെയും കഴിവുകളുണ്ടോ ആ കഴിവിനനുസരിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളും വഖഫുകളും എല്ലാം ചെയ്യേണ്ടുന്ന, ഏതെല്ലാം വിധത്തിൽ ആരാരും അറിയാതെ എത്രത്തോളം സ്വകാര്യമായി തനിക്ക് ഏതെല്ലാം ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന, ഒരാൾക്ക് മാത്രം സാധ്യമാകില്ലെങ്കിൽ എത്ര പേര് ചേർന്നാലാണ് റബ്ബിന്റെ ഒരു പള്ളി എടുത്തു കൊടുക്കാൻ ഏറ്റവും അത്യാവശ്യ സ്ഥലങ്ങളിൽ സാധ്യമാവുക എങ്കിൽ അങ്ങനെ കൂട്ട് ബിസിനസ്സായി കൊണ്ട് പരലോകത്തിന് വേണ്ടി ആലോചിക്കുന്ന സംരംഭങ്ങൾ ഏതുമാവട്ടെ എല്ലാം ധാരാളം നമ്മൾ ഉത്ബുദ്ധരാണ്. ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എല്ലാം നമുക്ക് പരലോക കോടതിയിൽ തണലായി വരും. ആ തണലിൽ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും